ഒരു ആപ്പിളിന് 500 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലം കണ്ടിട്ടുണ്ടാ? ഒരു ആപ്പിളിന് 500 രൂപ എവിടെ? ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കാന്തല്ലൂരിലെ കാഴ്ചകളിലാണ്. കാന്തല്ലൂരിലെ ഭ്രമരം, ഒരു സിനിമ കൊണ്ട് പ്രസിദ്ധമായ കാന്തല്ലൂരിലെ ഭ്രമരം മൂവി ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ 2 സെഗ്മെൻ്റായിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മൾ രാവിലെ തന്നെ ഭ്രമരം വ്യൂ പോയിൻ്റ് വന്നാണ് കേട്ടോ. രാവിലെ ഉണ്ട് വണ്ടിക്കാരുടെ ശല്യമില്ല, ഇല്ലെങ്കിൽ ജീപ്പുകാരുടെ ചില ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ആരുമില്ല, നമ്മളിവിടെ സ്റ്റേ ആയിരുന്നുണ്ട് തന്നെ ആരുമില്ല കേട്ടോ. 7:30 ഈ സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങി. ഇവിടെ മൊത്തം ലെമൺ ഗ്രാസാണ് കേട്ടോ. അതാ പറഞ്ഞാൽ പുൽത്തൈലത്തിൻ്റെ കൃഷിയായിട്ട് ഇത് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞാൽ ഇവിടെ പുൽത്തൈലത്തിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. ഈ ഒരു കൂടാരം കാണുന്ന സ്ഥലത്താണ് ഭ്രമരം സിനിമയുടെ ആ ഒരു വീടും ആ വാഴയൊക്കെ നിൽക്കുന്ന ആ കംപ്ലീറ്റ് സ്ട്രക്ചർ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അതൊരു സെറ്റ് ഇട്ടതായിരുന്നു. ഈ ഒരു ലൊക്കേഷനിൽ അതിൻ്റെ ഒരു സെറ്റ് ഇട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീടും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ തറയൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കൂടാരം കെട്ടിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും മൂന്നാർ വരികയാണെങ്കിൽ കാന്തല്ലൂരിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യുക. യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഭ്രമരം സിനിമയുടെ ഈ ഒരു ലൊക്കേഷനും കൂടി ഒന്ന് തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇവിടെ വരുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ പുൽത്തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിക്കും. നല്ലൊരു ഭംഗിയുള്ളൊരു പുല്ലുകൊണ്ട് തന്നെ മേഞ്ഞ് ഉണ്ടാക്കിയ ഒരു വീടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽസ്, അതായത് പുൽത്തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഇവരുടെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം ആ ചേട്ടൻ നമുക്ക് ക്യാരറ്റ് പറിച്ച് തരികയാണ്. അപ്പോൾ അതേപോലെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറിച്ച് തന്നെ വാങ്ങാൻ പറ്റും. അങ്ങനെ ഒരു ലൊക്കേഷനാണ്. തീർച്ചയായിട്ടും പോവുക. എൻട്രി ഫീസ് വരുന്നത് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ട്രീ ഹൗസും ഉണ്ട്. ആ ട്രീ ഹൗസിൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾക്ക് കയറി നിന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ കാന്തല്ലൂരാണ് കണ്ടാ. എവിടെ ഉണ്ട്? കാന്തല്ലൂരാണ്. ആപ്പിള് നമ്മുടെ നാട്ടിൽ ആപ്പിൾ ഉണ്ടാവുമെങ്കിൽ കാണണ്ടേ? കേരളത്തിൻ്റെ കാശ്മീർ. അപ്പോൾ നമ്മൾ ശരി ആപ്പിള് നമ്മൾ കേരളത്തിൽ ഉണ്ടാവണമെങ്കിൽ അത് കാണണ്ടേ? കണ്ടിട്ട് വരാം കേട്ടോ. നീളൻ ആപ്പിളാണ് നിൽക്കുന്ന. ഈ കാണുന്ന മരങ്ങളെല്ലാം ആപ്പിളാണ് കേട്ടോ. അതോ അതിലെല്ലാം ആപ്പിളായി നിൽപ്പുണ്ട്. ഇവിടെ കയറാൻ പറഞ്ഞേ. അത് തന്നെ, അതുവഴി കയറിയിട്ട് അങ്ങോട്ട് പോകാനുള്ള വഴി ഉണ്ടാവും. ആണോ? ഈ കാണുന്ന നിൽക്കുന്ന മരങ്ങളെല്ലാം ആപ്പിളുകളാണ് കേട്ടോ. അതാണ്ട് റൈറ്റ് സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്. ആപ്പിൾ ഇപ്പോൾ എടുത്തേക്കണണ്ടാ. ഇതേ നിൽക്കുന്നു. ഇതേ നോക്കിയേ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടേ ആപ്പിൾ നിൽക്കുന്നുണ്ടാ? ആ മരത്തിൽ നിൽക്കുന്ന കംപ്ലീറ്റ് ആപ്പിളാണ്. സൂം ചെയ്ത് കാണിച്ചു ആപ്പിളാണ്. അപ്പോൾ ഇവിടെ ഒരു ആപ്പിളിന് 500 രൂപ ഉണ്ടെന്ന് പറയാം കേട്ടോ. ആ ആപ്പിൾ തപ്പി എങ്ങോട്ട് പോവാണ്. 500 രൂപയ്ക്കുള്ള ആപ്പിൾ നമുക്ക് കാണണ്ടേ? കാണണം. 500 രൂപയ്ക്കുള്ള ആപ്പിൾ നമുക്ക് കാണണം. 500 രൂപയുടെ ആപ്പിൾ തപ്പി പോവാണ്. അതേ നിൽക്കുന്ന ആപ്പിള്. അതേപോലെ നമുക്ക് വേറെ കാണിച്ചു തരാം കേട്ടോ. ഇതേ നിൽക്കുന്ന ആപ്പിള്. പിന്നെ ഇവിടെ ഉണ്ട്, ഈ മരത്തിലുണ്ട്. അതെ ആപ്പിള്. നിൽക്കുന്ന എല്ലാ ആപ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആപ്പിളിന് 500 രൂപയെന്ന് പറഞ്ഞതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ആപ്പിളുകളെല്ലാം കാണാനേ പറ്റത്തുള്ളൂ, ഒന്നും പറിക്കാൻ പാടില്ല. പറിച്ചു കഴിഞ്ഞാൽ ഒരാപ്പിളിന് 500 രൂപ വെച്ചിട്ട് അവർ ചാർജ് ചെയ്യും അല്ലേ? നമ്മൾ വിളകൾ നശിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ കാണാൻ വരിക, കണ്ടിട്ട് പോവുക. ആപ്പിൾ നമുക്ക് പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് തിന്നുക. സീസൺ ടൈമാണെങ്കിൽ ഇവിടെ, നല്ല സീസൺ ടൈമാണെങ്കിൽ ഇവിടെയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് പുറത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ സീസൺ ഓൾമോസ്റ്റ് ഓവർ ആവാറായി. അതുകൊണ്ട് തന്നെ
കുറച്ച് ആപ്പിളുകളേ ഉള്ളൂ. കാന്തല്ലൂർ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ്. കാന്തല്ലൂർ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാറിനടുത്ത് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മൂന്നാറിൽ നിന്ന് എപ്പോഴും വണ്ടി ഉണ്ടാവും. കാന്തല്ലൂരിലേക്ക് KSRTCയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൂന്നാറിൽ ചെന്നിറങ്ങി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബസ്സിൽ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ജീപ്പ് സർവീസും കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് ഓഫ് റോഡ് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫാംസും അതേപോലെ തന്നെ എന്താ പറയുക, ഭ്രമരം ലൊക്കേഷനും എല്ലാ സൺസെറ്റ് വ്യൂ പോയിൻറ്റും എല്ലായിടത്തേക്കും ഇവർ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാന്തല്ലൂർ എന്ന് പറയുന്നത് ഒരു മലയോര ഗ്രാമമാണ്. തീർച്ചയായിട്ടും അവിടുത്തെ കൃഷി ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കൃഷികളും പഴങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കെല്ലാം അവിടെ ചെന്ന് വാങ്ങിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് ഇവിടുത്തെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഏറ്റവും ബെസ്റ്റ് വെളുത്തുള്ളി കേരളത്തിൽ കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് തന്നെ പറയാം. മൂന്നാറിനടുത്തുള്ള ഈ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ കേരളത്തിൽ ആപ്പിൾ ഉണ്ടാകുന്ന ഒരേ ഒരു ലൊക്കേഷനാണ് കാന്തല്ലൂർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരിക, കാണുക, ആസ്വദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക.